നമുക്കിന്ന് ദിനേശ വല്യാതി പരിചയപ്പെടാം. ദിനേശ വല്യാതി എണ്ണയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടോ, ദിനേശ വല്യാതി കേരം. കേരവും ഉണ്ടാവും, തൈലവും ഉണ്ടാവും. കേരം എന്ന് പറയുമ്പം ഈ മരുന്നുകളെല്ലാം വെളിച്ചെണ്ണയിൽ പാകം ചെയ്തെടുത്തായിരിക്കും. ദിനേശ വല്യാതി തൈലം എന്ന് പറയുമ്പോഴത്തേക്ക് എള്ളെണ്ണയിലാവും പാകം ചെയ്തെടുത്തത്. അപ്പം തൊലിക്ക് കുറച്ച് നല്ലതെന്ന് പറയുകയാണെങ്കിൽ കേരം തന്നെയാണ്. നമ്മളുടെ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത എണ്ണയാണ് കുറച്ച് നല്ലത്. അപ്പം നമ്മൾ എപ്പോഴും ദിനേശ വല്യാതി കേരം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ തൈലവും കുഴപ്പമില്ല, കേരത്തിനെക്കാട്ടി കുറച്ചുകൂടി കട്ടി ഉണ്ടാവും, കുറച്ചും കൂടെ നേരം സ്കിന്നിൽ കിടക്കും. അത് നമ്മളുടെ സ്കിന്നൊന്ന് കുറച്ച് മെച്ചപ്പെടുത്തണം, സ്കിന്നിൻ്റെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെടുത്തണം, ഹൈഡ്രേഷൻ കുറച്ച് കിട്ടണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദിനേശ വല്യാതി കേരം ശരീരം മൊത്തം തേച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലതുപോലെ തേച്ച് കഴുകിക്കളയണം. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ ഇതിനകത്ത് ഇത് മഞ്ഞൾ ചേർന്നിട്ടുണ്ട് ഈ എണ്ണയ്ക്കകത്ത്. ചില ദിനേശ വല്യാതി എണ്ണയ്ക്കകത്ത് മഞ്ഞൾ ചേർന്നിട്ട് ഇല്ലാത്തതും ഉണ്ടാവും. അപ്പം മഞ്ഞൾ ചേർന്നിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ മഞ്ഞ കളർ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിക്കളയണം. കളറാണുള്ളത്. അപ്പം സ്കിന്ന് ലൈറ്റ് ആവണമെന്ന്, ചെറുതായിട്ട് ലൈറ്റാവും, ഒരു ഷെയ്ഡൊക്കെ ലൈറ്റാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് വെളുക്കാൻ വേണ്ടിയിട്ടൊന്നും ഈ തൈലം യൂസ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരു തൈലം യൂസ് ചെയ്തൊന്നും ആരും അങ്ങ് ഒരുപാടൊന്നും വെളുത്ത് വരാൻ പോണില്ല. കാരണം വെളുപ്പെന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ജീനിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അതിപ്പോൾ ഒരു തൈലം തേച്ചുകൊണ്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് മാറുമൊന്നുമില്ല. പിന്നെ നമ്മളുടെ ഒരു ഷെയ്ഡൊക്കെ ഒന്ന് ലൈറ്റ് ആവും, അത്രയേ ഉള്ളൂ. പിന്നെ പാടൊക്കെ കുറച്ച് കുറയും. പിന്നെ സ്കിന്നിൻ്റെ ആരോഗ്യവും അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റിയൊക്കെ അത്യാവശ്യം നിലനിർത്താൻ ഇത് സഹായിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം വരണ്ട ചർമ്മമുള്ളവർ, ഡ്രൈ സ്കിന്നുള്ളവർ, എക്സിമ ഉള്ളവർ, സോറിയാസിസ് ഉള്ളവർ, അങ്ങനത്തെയൊക്കെ ഡെർമറ്റൈറ്റിസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ മാറാനായിട്ട് ഈ എണ്ണ വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ തൊലിയുടെ ഈർപ്പം നിലനിർത്താനും അതുവഴി കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും പിന്നെ നമുക്ക് ചെറുപ്പം നിലനിർത്താൻ, അതായത് സ്കിന്നിൽ ചുളിവ് വരാതിരിക്കാനും പ്രായം തോന്നാതിരിക്കാനൊക്കെ നമുക്ക് ഈ എണ്ണ സ്ഥിരമായിട്ട് തേക്കുന്നത് കൊണ്ട് ഗുണമുണ്ട്. അല്ലാണ്ട് ഒരുപാട് വെളുക്കാനുള്ള ഒരിതില്ല. പിന്നെ സത്യത്തിൽ ഇതൊരു ആയുർവേദ മരുന്നാണ്. ഇത് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വൈദ്യന്മാർ ഉണ്ടാക്കിയ എണ്ണയാണ്. അപ്പം ഇത് നമ്മളൊരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കിത് ഒരു മസാജ് ഓയിലായിട്ടും നമുക്ക് കുറച്ച് നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ കിട്ടാനും കുറച്ച് ഉന്മേഷം കിട്ടാനും പിന്നെ ഈർപ്പം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് അല്ലാണ്ട് സ്ഥിരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു നാച്ചുറലാണ്, ഹെർബലാണ്, സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇതെല്ലാം തന്നെ സസ്യത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസും ഇല്ല. ഇത് എല്ലാം പ്യുവർ ഹെർബ്സാണ്, ചെടിയിൽ നിന്നുള്ളതാണ് ഇതെല്ലാം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നിട്ടില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. തന്നെ യൂസ് ചെയ്യാം, സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം, കുട്ടികൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല എണ്ണയാണ്. കുട്ടികളുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും വിണ്ട് കീറാതിരിക്കാനും അതിങ്ങനെ പൊരിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കുട്ടികളിൽ വരുന്ന എക്സിമയ്ക്കൊക്കെ എഫക്റ്റീവ്